ഇന്ന് കാണിക്കുന്നത് റോയൽ എൻഫീൽഡ് എന്ന ബുള്ളറ്റ് തണ്ടർബേർഡ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും ഏതൊരു കാറ്റഗറി ആണെങ്കിലും, അതായത് UC എഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം UC എഞ്ചിൻ കാറ്റഗറിയിൽ ഏതൊരു വാഹനത്തിൻ്റെയും എഞ്ചിൻ്റെ വർക്ക് എങ്ങനെയാണ് എന്നുള്ളത്, ഏത് രീതിയിൽ എത്ര റേഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് കാണിക്കുക. എത്ര മിനിമലായിട്ട് എത്ര രീതി ചെയ്തെടുക്കാൻ പറ്റില്ല കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. റോയൽ എൻഫീൽഡ് ഓണർ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ രജിസ്റ്റേർഡ് മെക്കാനിക്കാണ്. പിന്നെ 22 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അപ്പം റോയൽ എൻഫീൽഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഷോപ്പിൽ നിന്ന് ചെയ്യാത്ത ഷോപ്പിൽ ഭയങ്കര തിരക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് വീട്ടിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വീഡിയോ. അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇത് 1.25 ലക്ഷത്തിൻ്റെ മുകളിൽ, എനിക്ക് 1.30 മുകളിൽ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ്. 2013 ഇതുവരെ എഞ്ചിൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതങ്ങനെ തന്നെ സർവീസ് ചെയ്ത് ടെസ്റ്റിംഗ് ഒരു വണ്ടിയായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഒരു വണ്ടിയുടെ എത്ര ലൈഫ് കിട്ടും എന്നുള്ളത് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ഇത് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഇത് എൻജിൻ വർക്ക് വന്നിട്ടുള്ള ആദ്യം സൗണ്ട് കഴിച്ചു തരാം കേട്ടോ. നോക്കിംഗ് സൗണ്ട് കേട്ടോ. ഇതാണ് സ്റ്റാർട്ടിങ് കേട്ടോ. ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്താൽ ഇപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണത്. അതായത് ക്രാങ്കിൻ്റെ ബെയറിങ് പോയിട്ടുള്ള സ്റ്റാർട്ടിങ് നോക്കിംഗ് സൗണ്ടാണത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഈ തുടക്കത്തിൽ നിന്ന് ചെയ്യാറുണ്ടെങ്കിൽ സിലിണ്ടർ പോകും. അതായത് കൺട്രോളിൻ്റെ ബെയറിങ് പോയതിൽ നിന്ന് ഉൾട്ടടിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. കറക്റ്റായി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് സിലിണ്ടറിൻ്റെ വോള് പോകും, സ്ക്രാച്ച് വരും. പിസ്റ്റണും സിലിണ്ടറും കൂടെ മാറ്റേണ്ടി വരും. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ സിലിണ്ടർ ബോർ ചെയ്തിടാതിരിക്കുക കേട്ടോ. ഏറ്റവും കുറഞ്ഞ ചിലവ് ചെയ്യുന്ന ആളുകളുണ്ട്. സിലിണ്ടർ കിറ്റ് മാറ്റുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവർക്ക്. ഇപ്പോൾ ഈ വണ്ടി നിങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായും ഈ സിലിണ്ടർ കിറ്റ് മാറ്റേണ്ടി വരും. അതിന് 7000 സംതിങ് വില വരുന്നുണ്ട് ഈ സിലിണ്ടർ കിറ്റിന്. പിന്നെ അത് മാറ്റാതെ നമുക്ക് വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ വണ്ടീൻ്റെ വർക്ക് എടുക്കണം. ആ ക്രാങ്കിൻ്റെ ബെയറിങ് പോയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്രാങ്കിൻ്റെ ബെയറിങ് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സാറിന് ഇത് ഇൻഡസ്ട്രിയിൽ സാറിന് വർക്ക്ഷോപ്പിൽ ചെയ്യുന്നൊരു വർക്ക് എന്താണെന്ന് വെച്ചാൽ, വർക്ക്ഷോപ്പുകാരല്ല ഇൻഡസ്ട്രിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ബെയറിങ് എടുത്തിട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ബെയറിങ്ങോ അതല്ലെങ്കിൽ അവരുടെ കണക്ടറോടോ അതല്ലെങ്കിൽ അവരുടെ പിന്നോ ഉപയോഗിക്കാതിരിക്കുക. ഒറിജിനൽ കണക്ടറോണിൻ്റെ കിറ്റ് കിട്ടും. 2300 രൂപേൻ്റെ ചോടാണ് റേറ്റ് വരുന്നത്. 3000 ബിലോ മാത്രമേ അതിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റ് തന്നെ വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ എല്ലാവരും പിന്നെ സാറിന് പറയാറുണ്ട് ടൈറ്റ് ആവും, അതായത് പിന്നെ ടൈറ്റായി നിൽക്കില്ല. പിന്നെ ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ക്രാങ്കിൻ്റെ കണക്ടറോടും പിന്നും ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഓവർ സൈസ് പിന്നിട്ട് ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ ഒരു പിന്നിനും ബെയറിങ്ങിനും ഒരു പിന്നെ ഹീറ്റിംഗ് എക്സ്പാൻഷൻ ഉണ്ട്. ഹീറ്റിംഗ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എൻജിൻ ചൂടായിട്ട് ടൈറ്റ് ആവണത്. അതായത് ഏതൊരു മെറ്റലിനും ഹീറ്റ് ആവുന്ന സമയത്ത് ഒരു എക്സ്പാൻഡ് ചെയ്തൊരു വികസനം ഉണ്ടാവും. ആ വികസനം എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് എപ്പോഴും ക്രാങ്കിൻ്റെ പിന്നിനും ബെയറിങ്ങിനും കൊടുക്കണം. അത് കൊടുക്കാതെ ഇൻഡസ്ട്രിയിൽ സെറ്റ് ചെയ്യുന്ന ടൈറ്റായി ഇൻഡസ്ട്രിയിൽ സെറ്റ് ചെയ്തിട്ട് ക്രാങ്കിന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6 മന്ത്സ് അല്ല 1 ഇയർ, 6 മന്ത് മാക്സിമം 1 ഇയറിനുള്ളിൽ എന്തായാലും എഞ്ചിൻ ഉണ്ടാകുന്നുണ്ടായിരിക്കേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട. എൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും തന്നെ നിങ്ങൾ ക്രാങ്ക് ഈ 2-3 രൂപൻ്റെ റേഞ്ചിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. എനിക്കിത് മൊത്തത്തിൽ കറക്കുമ്പോൾ 1500 രൂപേൻ്റെ മാറ്റം വരും. ഈ 1500 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളെ എൻജിൻ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം അയക്കേണ്ട ഗതികേടാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, വണ്ടി ഇപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ സ്ഥിതിക്ക് തന്നെ എന്നിട്ട് ബെയറിങ് മാറ്റം നന്നായിരിക്കും എന്ന് തോന്നുന്നു. ബെയറിങ്സ് ഒക്കെ മാറ്റുക. അതല്ല ഒരു 50,000 കിലോമീറ്റർ, ഒരു 30,000 കിലോമീറ്ററൊക്കെ ഓടി വണ്ടിയാണെങ്കിൽ, 40-50 ഒക്കെ ഓടി, അതിൻ്റെ ബെയറിങ് ഒന്നും മാറ്റേണ്ട ഒരു കാര്യമില്ല. അത് കറക്റ്റ് എൻജിനിൽ ഓയിലൊക്കെ സർവീസ് ചെയ്ത് ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ബെയറിങ്സ് മാറ്റി വെറുതെ ഒരു എക്സ്ട്രാ ചിലവുണ്ടാക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ചെയ്യാറുണ്ട്, ചെയ്തിട്ട് ഒരു കുഴപ്പം 10 വർഷമായിട്ട് ഒരു വണ്ടിയും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബെയറിങ് ഓയിലൊക്കെ കുറഞ്ഞിട്ട് എൻജിൻ വർക്ക് എടുക്കുകയാണെങ്കിൽ, ഓയിൽ കുറഞ്ഞിട്ടാണ് വണ്ടി എൻജിൻ വർക്ക് ആയത്, എന്തായാലും ബെയറിങ്സ് ഒക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ആവശ്യമില്ലാതെ എൻ്റെ ക്രാങ്കിൻ്റെ പിന്നും ബെയറിങ്ങും ഒറിജിനലിട്ട് സെറ്റ് ചെയ്യാം. അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് ഒറിജിനൽ പിന്ന് ബെയറിങ് കണക്ടറോട്, പിന്നെ സിലിണ്ടർ വോള് പോയിട്ടില്ല എങ്കിൽ
ഫിൽറ്ററിൻ്റെ പിസ്റ്ററിനോ കംപ്ലൈൻറ്റ് അതന്നെ ഇട്ടിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യുക, വണ്ടി ഓടിക്കൊള്ളൂ. യാതൊരു സംശയവുമില്ല. ഈ 3000 റുപ്പീസ് ബിലോ മാത്രമേ 3000 ഇടയ്ക്ക് 3000 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. പിന്നെ വർക്ക്ഷോപ്പിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് എക്സ്പീരിയൻസ് മെക്കാനിക്കാണ് ലേബർ കോസ്റ്റ് വാങ്ങും. 4, 4.5, 5, 6, 7 ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. ലേബർ കോസ്റ്റ് വരും. പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യം തന്നെയാണ്. കറക്റ്റ് ആ ഒരു സ്നാലും റിങ്സ് ആണെങ്കിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തെടുക്കുക, കറക്റ്റ് ടോർക്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ വലിയൊരു ആവശ്യകത തന്നെയാണ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു 3000 രൂപേൻ്റെ ചിലവ് മാത്രമേ ശരിക്കും എഞ്ചിനിൽ ഈ ഒരു വർക്കിന് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ ലേബർ കോസ്റ്റാണ്. ലേബർ കോസ്റ്റ് നിങ്ങളെ നിയറസ്റ്റ് ആയിട്ട് വർക്ക് എടുക്കുന്ന ആരാണോ അവരോട് ചെയ്യുക, അവരോട് അന്വേഷണം മാത്രം ചെയ്യുക. അപ്പോൾ ഈ ഒരു തുടക്കത്തിലുള്ള സ്റ്റേജിൽ ഞാൻ പറയുന്നു 50,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു സംഗതി മാറ്റേണ്ട കാര്യമില്ല. ഈ ഒരു സംഗതി മാത്രം മാറ്റി ഈ വണ്ടി സെറ്റാവും, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഓരോന്ന് മാറ്റി കൊടുക്കാന്നുള്ളൂ. അതായത് എക്സ്ട്രാ ആര് ചില 15 രൂപ, 20 രൂപ, 30 രൂപ വാങ്ങും, 25 രൂപ ഒക്കെ വാങ്ങുന്ന ആളുകൾ എഞ്ചിൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ചില ആളുകൾ എഞ്ചിൻ അയച്ചിന് കംപ്ലീറ്റ് മാറ്റണം, പിന്നെ അയക്കേണ്ടി വരും. പക്ഷേ എന്ത് കംപ്ലീറ്റ് മാറ്റിയാലും ഈ കണക്ടറോടും പിന്നെ നിങ്ങൾ ഒറിജിനലായിട്ടൊന്നെങ്കിൽ വീണ്ടും എഞ്ചിൻ അയക്കേണ്ടി വരും. ഇതിനാണ് നിങ്ങൾ പ്രശ്നം വരുന്നത്. ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻസ് വളരെ റെയറാട്ടോ. ഇപ്പോൾ റോയൽ എൻഫീൽഡ് നമ്മളുടെ ബെയറിങ്ങിൻ്റെ സംഗതി വളരെ റെയറാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു 1000 കിലോമീറ്റർ 60, 70, 80 സ്പീഡിൽ ഓടുന്നതുകൊണ്ട് മാത്രമേ എഞ്ചിൻ പെട്ടെന്ന് ലീക്കാകുന്നത്. അല്ലാതെ എഞ്ചിൻ ലീക്കാവുന്നില്ല. ഈ എൻ്റെ വണ്ടിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓവറായിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് പിന്നെ എഞ്ചിൻ ബ്രേക്ക് ടൈമിൽ ഓവറായിട്ട് ആക്സിലേഷൻ കൊടുത്ത് വണ്ടി ഓവർ ലോഡ് കൊടുക്കുന്നതാണ് എഞ്ചിൻ്റെ ക്രാങ്കിന് പിന്നെ പെട്ടെന്ന് പോകും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ അയച്ചിട്ട് എന്താണ് പോയിട്ടുള്ളത്, പിന്നെ സിലിണ്ടർ ബോൾ പോയിട്ടുണ്ടോ എന്നൊരു അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇതൊരു 3000 രൂപേൻ്റെ കേസ് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ലേബർ കോസ്റ്റ് എക്സ്ട്രാ വരും കേട്ടോ. ഞാൻ പറയുന്നു ലേബർ 4, 4.5, 5 ഒക്കെ 5, 5.5 വാങ്ങുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് വാങ്ങിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നരുത്, മെക്കാനിക്സിന് ആർക്കും ബുദ്ധിമുട്ടായി തോന്നരുത്. ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് ഈ ഒരു എഞ്ചിൻ്റെ കാര്യങ്ങളിൽ. പിന്നെ റോയൽ എൻഫീൽഡ് അടുത്ത് എഞ്ചിൻ എടുത്ത് 15 രൂപ, 20 രൂപ അതൊന്ന് പേടിച്ചിട്ട് എഞ്ചിൻ എടുക്കാൻ വേണ്ടി വിറ്റ് കളയുന്ന ആളുകളുണ്ട്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ പറ്റും. പിന്നെ സിലിണ്ടർ കിറ്റ് 2000 രൂപയാണ് ശരിക്കും. 2000-ന് 1500 രൂപയ്ക്ക് സിലിണ്ടർ കിറ്റ് ബോർ ചെയ്തെടുക്കാൻ പറ്റും. അത് ചെയ്യാതിരിക്കാം. കാരണം അതിൻ്റെ CC കൂടും, PV കപ്പാസിറ്റി കൂടും, CC കൂടും. പിന്നെ അതിനനുസരിച്ച് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. മാത്രമല്ല 6 മാസം 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഫെയിലാവും. അതുകൊണ്ട് സിലിണ്ടർ കിറ്റ് മാറ്റിയെടുക്കും. ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 7000 സംതിങ് മാത്രമേ സിലിണ്ടർ കിറ്റിന് വരുന്നുള്ളൂ. അതിന് തുടക്കത്തിൽ ഈ ക്രാങ്കിൻ്റെ കംപ്ലയിൻറ്റ് വരുന്ന ആളുകൾ തുടക്കത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് സിലിണ്ടർ കിറ്റ് പോകാറില്ല. 90% സിലിണ്ടർ കിറ്റ് പോകാറില്ല. ഈ ബെയറിങ്ങുമായിട്ട് ഉൾട്ടടിക്കുമ്പോൾ സിലിണ്ടർ കിറ്റ് പോകുന്നുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ലെങ്തി ആകാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ചിലവ് വരുന്നുള്ളൂ. റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട സംഗതി ഒന്നും തന്നെയില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വളരെ പിന്നെ മെയിൻ്റനൻസ് കുറഞ്ഞ സാധാരണ ഇതിൽ മെയിൻ്റനൻസ് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി തന്നെയാണത്. അനാവശ്യമായിട്ട് വർക്ക് എടുക്കുക, അനാവശ്യമായിട്ട് അവിടെ ഇവിടെ ഒരു വർക്ക് എടുക്കുക, അറിയാത്തവർ വർക്ക് എടുക്കുമ്പോഴൊക്കെയാണ് വണ്ടി കംപ്ലയിൻസ് വന്നിട്ട് ടീമിൻ്റെ അടുത്ത് മടുപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് വരുന്ന അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.